गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മളിവിടെ വളരെ പ്രാഥമിക തലത്തിലുള്ള ധർമ്മോപദേശമാണ് ശ്രദ്ധിച്ചത്. തൈത്തിരീയോപനിഷത്തിലെ ചെറിയൊരു ഭാഗം അത് പൂർത്തിയാക്കി. തുടർന്ന് എന്താ വേണ്ടത് ആലോചിച്ചിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. സംശയ നിവാരണത്തിൽപ്പെടുത്താം. ഒരു ടെക്സ്റ്റാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ലളിതമായ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പതുക്കെ പതുക്കെ കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ മതി. ലളിതങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നു പോകാം. നമ്മൾ ഇപ്പൊ ചിന്തിച്ചത് ധർമ്മത്തെക്കുറിച്ചാണ്. ധർമ്മം പ്രപഞ്ചത്തിൻ്റെ താളമാണ്. ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്. ധാർമ്മിക ജീവിതമാകട്ടെ, ശബ്ദം കുറയ്ക്കണേ, ധാർമ്മിക ജീവിതമാകട്ടെ ഈ വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം നയിക്കലാണ്. അതിലൂടെ വ്യക്തി തൻ്റെ ജന്മലക്ഷ്യത്തിലേക്ക് ഉയരുന്നു. സമാജം കെട്ടുറപ്പോടുകൂടി നിലകൊള്ളുന്നു. അതിൽ ഏറ്റവും പ്രാഥമിക തലത്തിൽ വിശേഷിച്ച് കുടുംബധർമ്മം, ഗൃഹസ്ഥാശ്രമം പാലിച്ചു കഴിയുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള വേണ്ടതും വേണ്ടാത്തതുമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് പ്രാവശ്യങ്ങളായി ചിന്തിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിൽപ്പെട്ട ഉപാസനകളെ അനുഷ്ഠിച്ച് സാധനാക്രമങ്ങളെ പാലിച്ച് നമ്മൾ കഴിയുന്നുണ്ടാവാം. സാമാന്യ ലൗകികമായ ഒരു ജീവിതക്രമത്തിൽ എന്തെങ്കിലുമൊക്കെ നിത്യോപാസനാ പദ്ധതികൾ എല്ലാവർക്കും ഉണ്ടാവാം, അഥവാ ഉണ്ടാവണം. അവിടെയൊക്കെ ഏറ്റവും പ്രാഥമികമായി തന്നെ നമ്മുടേതായ സാധനാക്രമങ്ങളിൽ നമുക്ക് നിഷ്ഠയും ശുദ്ധിയും നൽകുന്നത് ഏത് പദ്ധതിയിലാണെങ്കിലും അടിസ്ഥാനമായുള്ള നമ്മുടെ അതിനോടുള്ള അർപ്പണം, ഭക്തി, ശ്രദ്ധ ഇതൊക്കെയാണ്. ഇനി വേറൊരു ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബഹുജന സുലഭമായിട്ടുള്ള ഒരു സാധനാക്രമത്തെ ചിന്തിക്കുമ്പോൾ
നമ്മൾ ഏവരും ആദ്യം തന്നെ ഭക്തിയെക്കുറിച്ചാണ് പറയുക, ചിന്തിക്കുക. കാരണം ചിത്തശുദ്ധി കൈവരാൻ ഏറ്റവും പ്രാഥമിക തലത്തിൽ തന്നെ ഭക്തിയെ എല്ലാവരും ഉയർത്തി കാണിക്കും, എല്ലാ ആചാര്യന്മാരും. ഇവിടെ സാമാന്യമായി ഭക്തിയെക്കുറിച്ചുള്ളൊരു വിചാരം. എന്താണ് ഭക്തി? എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന ഭക്തി നേടാം? എങ്ങനെ ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാവും? ഭക്തി ഉണ്ടായാലുള്ള ലക്ഷണങ്ങൾ എന്താണ്? ഭക്തിയിലൂടെ എങ്ങനെ പരമ പുരുഷാർത്ഥത്തിലേക്ക് ഉയരാം? ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന വളരെ ലഘുവായ ഒരു കൃതിയാണ് ശിവാനുശാസനം എന്ന് പ്രസിദ്ധമായ ഭക്തിസൂത്രങ്ങൾ. ആരാണ് ഇത് എഴുതിയെന്നൊന്നും അറിയില്ല. എങ്കിലും ഇതിൻ്റെ പേര് നാരദൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ പ്രസിദ്ധമാണ്. 82 സൂത്രങ്ങളേ ഉള്ളൂ ആകെ. പക്ഷേ 82 സൂത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഭക്തിയെ സംബന്ധിക്കുന്ന വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അപ്പോൾ ചിലർ സംശയിച്ചേക്കാം, ഭക്തി ഉണ്ടാവേണ്ടതല്ലേ, ഭക്തിയെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് എന്തിനാ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ഭക്തിയുടെ പേരിൽ പല പല ദുരാചാരങ്ങളും നടക്കുന്നുണ്ട്. പല അബദ്ധവിശ്വാസങ്ങളിലും നമ്മൾ വഴിപ്പെടുന്നുണ്ട്. ഭക്തിയുടെ പേരിൽ പല ചൂഷണങ്ങളിൽ പോയി വീഴുന്നുണ്ട്. എന്തെല്ലാമോ ഭ്രാന്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആചാര്യന്മാർ നമുക്ക് ഭക്തിശാസ്ത്രങ്ങളെ തന്നു, ശുദ്ധമായ ഭക്തി മനസ്സിലാക്കാനും ആ ശുദ്ധമായ ഭക്തി നേടാനും വേണ്ടിയിട്ട്. വാസ്തവത്തിൽ നമ്മുടെ 18 മഹാപുരാണങ്ങളും ഒന്നാം തരം ഭക്തിശാസ്ത്രങ്ങളാണ്. എല്ലാ പുരാണങ്ങളും. അത് ഏത് പുരാണം, പേര് പറയേണ്ട ആവശ്യമില്ല. ശിവപുരാണമെന്നോ ഭാഗവതമെന്നോ അല്ലെങ്കിൽ വിഷ്ണു പുരാണമെന്നോ ബ്രഹ്മപുരാണമെന്നോ ബ്രഹ്മാണ്ഡ പുരാണമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ പുരാണങ്ങളും അവയിൽ മറ്റനേക വിഷയങ്ങളുണ്ട്. പുരാണത്തിൻ്റെ ലക്ഷണം തന്നെയുണ്ട്. പുരാണത്തിൻ്റെ ലക്ഷണമൊന്നും ഭക്തിശാസ്ത്രം എന്നല്ല. ഭക്തിശാസ്ത്രം എന്നതല്ല പുരാണത്തിൻ്റെ ലക്ഷണം. പുരാണത്തിൻ്റെ ലക്ഷണം സർഗവും പ്രതിസർഗവും വംശവും മന്വന്തരവും വംശാനുചരിതവുമാണ്. ഇനി പുരാണത്തിൻ്റെ മുഖ്യമായ ധർമ്മം ഭക്തിശാസ്ത്രം എന്നുള്ളതല്ല. പിന്നെയോ വേദ വിശദീകരണം എന്നുള്ളതാണ്. എല്ലാ പുരാണങ്ങളും വേദോപബൃംഹണം, വേദത്തിൻ്റെ വിശദീകരണം, അതാണ് പുരാണത്തിൻ്റെ ധർമ്മം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയട്ടെ, അതായത് പുരാണത്തിൻ്റെ മുഖ്യധർമ്മം വേദവിശദീകരണമാണ്. പുരാണത്തിൻ്റെ ലക്ഷണം സർഗം തുടങ്ങിയ 5 എണ്ണമാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പറയട്ടെ, ഒന്നാന്തരം ഭക്തിശാസ്ത്രങ്ങളാണ് പുരാണങ്ങൾ. എല്ലാ പുരാണങ്ങളും ഒന്ന് മറ്റൊന്നിന് താഴെയോ മീതയോ അല്ല. അതുപോലെ അങ്ങേയറ്റത്തെ ഭക്തി സംവർദ്ധകങ്ങളായ ഒട്ടനവധി സ്തോത്രങ്ങളും മറ്റ് ഭക്തിശാസ്ത്രങ്ങളും നമുക്ക് സ്വതന്ത്രമായിട്ടുണ്ട്.
എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, അത്രയ്ക്കധികമുണ്ട്. ഇവയിലൊക്കെയായി കിടക്കുന്ന ഭക്തി സംബന്ധമായ ആശയങ്ങളെ പ്രത്യേകമായി അടർത്തിയെടുത്ത് ക്രോഡീകരിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് പല ആചാര്യന്മാരും തന്നിട്ടുണ്ട്. അതിൽ വലിയ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭക്തി രസമാണെന്ന് സമർത്ഥിക്കുന്ന, സാധാരണ നമുക്ക് രസങ്ങളുണ്ടല്ലോ, ശൃംഗാരാദി രസങ്ങളൊക്കെ. ഭക്തിയും ഒരു രസമാണ് എന്ന് സമർത്ഥിക്കുന്ന മധുസൂദന സരസ്വതി സ്വാമികളുടെ ഭക്തിശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. അതുപോലെ പലതുമുണ്ട്. പക്ഷെ എങ്കിലും വളരെ ലളിതമായി ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭക്തിയെ സംബന്ധിച്ച നിരൂപണമാണ് ഇവിടെ സൂചിപ്പിച്ച ഭക്തിസൂത്രങ്ങളിൽ നമുക്ക് ലഭിക്കുക. നേരത്തെ പറഞ്ഞു നാരദൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്ന്. ആരാണ് രചിച്ചത് നമുക്കറിയില്ല. ആര് രചിച്ചാലെന്താ? നാരദൻ രചിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഇത് പിൽക്കാല കൃതിയല്ലേ, നാരദൻ രചിച്ചതാണോ എന്ന് ചോദിച്ചാൽ ആരാണോ രചിച്ചത് അയാൾ നാരദൻ എന്ന് പറയാം. നമ്മുടെ ആചാര്യന്മാർക്ക് പറയാനുള്ള ആശയം സമാജത്തോട് പങ്കുവെക്കുക എന്നുള്ളതിലായിരുന്നു ശ്രദ്ധ. എന്താണോ തനിക്ക് പറയാനുള്ള ആശയം അത് സമാജത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ താൻ ആരെന്നോ തൻ്റെ പേരെന്തെന്നോ തൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമ്മുടെ ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വ്യക്തിഭാവത്തിനുപരി നിലകൊള്ളുകയാണ്. ദോഷം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്ര പഠനത്തിൽ നമ്മൾ വളരെ പിന്നോക്കം പോകും. ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാത്മാക്കളെ കുറിച്ച് പോലും നമുക്കറിയില്ല. എന്നുവെച്ചാൽ ഗ്രീസിലൊന്നും അതല്ല സ്ഥിതി. ഗ്രീസ് സാഹിത്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗ്രീക്ക് സാഹിത്യത്തിൽ എല്ലാ വിവരങ്ങളും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരും. അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഓരോ മഹാപുരുഷനും എവിടെ ജീവിച്ചു, എത്ര വയസ്സ് വരെ ജീവിച്ചു, എവിടെ ജനിച്ചു, എവിടെ മരിച്ചു, എല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രസക്തമേ അല്ല. കാരണം പറയാനുള്ള ആശയം കൊടുക്കുന്നതിലാണ് നമുക്ക് ശ്രദ്ധ. തന്നെക്കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ താൻ തന്നെക്കുറിച്ച് പറഞ്ഞില്ലാത്ത ശിഷ്യന്മാരെങ്കിലും പറയണ്ടേ, ഗുരുനാഥന്മാരെ കുറിച്ച് അതും പറഞ്ഞില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ നമ്മൾ വളരെ പിന്നോക്കമായി. ഇത് വലിയൊരു ദോഷമാണ്. ഗുണമുണ്ട് ദോഷവും. അതുകൊണ്ട് തന്നെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പൈതൃകമുള്ള ഒരു സമ്പന്നമായ സമൂഹമായിട്ടും പലപ്പോഴും പലരെക്കുറിച്ച് നമുക്ക് സദസ്സുകളിൽ സമർത്ഥിക്കാൻ കഴിയില്ല. ആശയം വ്യക്തമെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലാണോ സമൂഹത്തിലേക്ക് കൂടുതൽ പ്രചരിക്കുക, അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ ചെയ്തത്. അതുകൊണ്ട് ഒരേ പേരിൽ പലരും കൃതികൾ എഴുതി. ഇപ്പോൾ യോഗസൂത്രത്തിൻ്റെ ഏറ്റവും നല്ല ഭാഷ്യം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാസഭാഷ്യമാണ്. ഈ വ്യാസൻ കൃഷ്ണദ്വൈപായന വ്യാസനാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിൽക്കാലത്തുള്ള ഏതോ ഒരു മഹാൻ വലിയ വിദ്വാൻ വ്യാസൻ എന്നുള്ള തൂലികാനാമത്തിൽ എഴുതിയതാണ്. സാഖ്യ കാരികയ്ക്കുള്ള വ്യാഖ്യാനം ശങ്കരാചാര്യരുടെ പേരിലുണ്ട്. അതൊരിക്കലും ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികളല്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ നല്ലതാണ്. മഹാവൃത്തികെട്ട സാധനം പറയാം. കേരളത്തെ ഏറ്റവും അധികം അന്ധകാരത്തിലേക്ക്, ജാതീയമായ ഉച്ച നീചത്വങ്ങളിലേക്ക് തള്ളിവിടാൻ കാരണമായ കൃതിയുണ്ട്. എൻ്റെ പേര് ശങ്കരസ്മൃതിയാണ്. ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ അതിൽ പറയണത് ശങ്കരാചാര്യ എഴുതിയെന്നാണ്. ശങ്കരാചാര്യ എഴുതുക, എന്താ നിങ്ങളുടെ അഭിപ്രായം? താണ ജാതിക്കാരനെ തൊടാൻ പാടില്ല, അവൻ തൊട്ട വെള്ളം തൊടാൻ പാടില്ല, അവന് നിഴല് തൊടാൻ പാടില്ല എന്ന് ശങ്കരാചാര്യ എഴുതും തോന്നുന്നുണ്ടോ? ഒരിക്കലും എഴുതില്ല.
ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിൻ്റെയും സ്വരൂപം ഏകമാണെന്ന് ഉപദേശിച്ച ആചാര്യൻ മനുഷ്യന്മാർക്കിടയ്ക്ക് ഉച്ചനീചത്വം കൽപ്പിക്കുകയോ? ഇല്ല. ഇതാണ് ഇതിൻ്റെ ഗുണവും ദോഷവും. ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പല തൂലികാനാമങ്ങളിൽ പലരെഴുതി. കാലം കഴിയുമ്പോൾ വേർതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഏതായാലും ശിവാനുശാസനം എന്ന പേരുള്ള ഭക്തിസൂത്രങ്ങൾ നാരദൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നാരദ ഭക്തിസൂത്രങ്ങളെന്നും നാരദീയ ഭക്തിസൂത്രങ്ങളെന്നും ഒക്കെ ഇതിന് പേരുണ്ട്. വളരെ കുറച്ചുള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. കുറച്ച് സൂത്രങ്ങൾ. ആ സൂത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തിയെ സംബന്ധിച്ച നല്ലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ടാവാം കൂടുതൽ സൂക്ഷ്മങ്ങളായ കൃതികളിലേക്ക് പ്രവേശിക്കുന്നത്. എന്താ അഭിപ്രായം? സമ്മതല്ലേ? അല്ലേ? അല്ല, ഭക്തിശാസ്ത്രമൊന്നും വേണ്ട സ്വാമി, നമുക്ക് വേദാന്തം പഠിക്കാം എന്നാണെങ്കിൽ വേദാന്തമാവാം, വിരോധമില്ല. പ്രാഥമികമായ കൃതി കൂടി ശ്രദ്ധിച്ചിട്ടാവാം കൂടുതൽ ആഴത്തിലേക്ക് പോവുക. ഇവിടെ ഇത് ഭക്തിസൂത്രങ്ങളാണെന്ന് പറഞ്ഞു. സൂത്രം എന്നുള്ളത് ഒരു സവിശേഷ ശൈലിയാണ്. നമ്മുടെ ശാസ്ത്ര സാഹിത്യ രചനകളിൽ സവിശേഷമായ ശൈലിയാണ് സൂത്രശൈലി. സാധാരണഗതിയിൽ പദ്യവും ഗദ്യവുമാണല്ലോ, അല്ലേ? സാഹിത്യത്തിൽ രണ്ട് ശൈലികൾ അല്ലെങ്കിൽ ഭാഷകൾ ഗദ്യഭാഷയും പദ്യഭാഷയുമാണ്. സാധാരണ നമ്മൾ സംസാരിക്കുന്നത് ഗദ്യവാങ്മയമാണ്. എന്നാൽ പദ്യത്തിൽ പറയുന്നവരും ഉണ്ട്. ചിലരൊക്കെ ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ അവർ വലിയ കവികളൊക്കെ അന്യോന്യം പദ്യത്തിലൊക്കെ ആശയവിനിമയം ചെയ്ത് നമുക്കറിയാം. സൂത്രം എന്നുള്ളത് മൂന്നാമത്തെ ഒരു ശൈലിയാണ്. ഇപ്പം ഗദ്യത്തിൽ നമ്മൾ വാചകങ്ങൾ പൂർണ്ണമാക്കും, പൂർണ്ണവാചകങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെയും, പ്രത്യേകിച്ച് സാഹിത്യത്തിൽ, രചനകളിൽ, ശാസ്ത്രത്തിൽ. ഇപ്പം സംഭാഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അർദ്ധവാചകത്തിലൊക്കെ നിർത്തിയെന്ന് വരും, ഇല്ലേ? സംഭാഷണം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, മുഴുവനൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്ന് വരുമോ? ഇല്ല. എന്നാൽ പൊതുവെ ഗദ്യത്തിൽ വാചകങ്ങൾ പൂർണ്ണമാവും. പദ്യമാകുമ്പോഴോ അത് ഇത്ര അക്ഷരം വീതം ഇത്ര പാദം എന്ന് വിഭക്തമാകും. ഇത് രണ്ടും അല്ലാത്ത ഒരു സവിശേഷമായ ശൈലിയാണ് സൂത്രശൈലി. അതിനൊരു ലക്ഷണമുണ്ട്. എന്താ സൂത്രത്തിൻ്റെ ലക്ഷണം? സൂത്രത്തിൻ്റെ ലക്ഷണം അല്പാക്ഷരമസന്നിഗ്ധം സാരവത് വിശ്വതോ മുഖം സ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു എന്നാണ്. അല്പാക്ഷരം, അല്പാക്ഷരം എന്ന് വെച്ചാൽ പരമാവധി ചുരുക്കം അക്ഷരങ്ങളിൽ പറയുക. എത്ര കുറച്ച് അക്ഷരം ഉപയോഗിക്കാമോ അത്ര കുറച്ച് ഉപയോഗിക്കുക. അതാണ് സൂത്രത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. പരത്തി പറയലല്ല, ചുരുക്കി പറയല, ഒതുക്കി പറയല, അല്പാക്ഷരം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചുരുക്കി പറയുമ്പോൾ അർത്ഥം വ്യക്തമല്ലാതായി പോകും, ഇല്ലേ? അതെ, ചുരുക്കി പറയുമ്പോൾ ചിലപ്പോൾ അർത്ഥവ്യക്തത വരാതിരിക്കാം, അതൊരു ദോഷമാണ്. അർത്ഥവ്യക്തത വന്നിട്ടില്ല വെച്ചാൽ ആശയവിനിമയം നടക്കില്ല. ചിലപ്പോൾ നമുക്കിടയ്ക്ക് തന്നെ അങ്ങനെ സംഭവിക്കും. ഞാൻ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞ അവിടെ പോയിട്ട് അത് ചെയ്യണമെന്ന് നിങ്ങളെങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാ, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കും ആശയവിനിമയത്തിൽ. അതുകൊണ്ട് അല്പാക്ഷരമാവുന്നത് കൊണ്ട് സന്ദേഹം ശേഷിക്കാൻ പാടില്ല. അതാണ് അസന്നിഗ്ധം. സംശയരഹിതമായിട്ട് പറയണം. പറയാനുള്ളത് സ്പഷ്ടമായിട്ട് വിനിമയം ചെയ്യപ്പെടണം. അതാണ് രണ്ടാമത്തെ ലക്ഷണം. ഒന്നാമത്തെ ലക്ഷണം അല്പാക്ഷരം, രണ്ടാമത്തെ ലക്ഷണം അസന്നിഗ്ധം, സംശയങ്ങൾ ശേഷിക്കാൻ പാടില്ല. മൂന്നാമത്തെ ലക്ഷണം സാരവത്, സാരമുള്ളതായിരിക്കണം. അസാരമായിട്ടൊന്നും പറയരുത്.
ഒരാവശ്യമില്ലാത്ത എന്താ പറയേണ്ടത്, ഒരു സാരമില്ലാത്ത, ഒരർത്ഥമില്ലാത്തതൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ സാഹിത്യത്തിലാണെങ്കിൽ പലപ്പോഴും വളരെ വലിയൊരു സന്ദേശം നൽകുന്നതോടൊപ്പം കുറേയൊക്കെ വർണ്ണനകൾ അല്ലാത്തതുണ്ടാവും, വലിയ സാരമൊന്നും ഇല്ലാത്ത വർണ്ണനകൾ ഉണ്ടാവും. കഥകളായാലും നോവലുകളായാലും ഇനി കവിതകളായാലും ഒക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, സാരവത്തായിരിക്കണം. വിശ്വതോമുഖം, വിശ്വതോമുഖത്തിന് പാഠഭേദമുണ്ട്, സർവതോമുഖം എന്ന്. എല്ലാ ഭാഗത്തേക്കും മുഖം വേണം. എന്ത് എല്ലാ ഭാഗത്തേക്കും മുഖം വേണമെന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു സൂത്രം എടുത്തോളൂ, 10ാമത്തെ സൂത്രം എടുത്തു എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ അതിന് 9ലേക്കും ബന്ധം വേണം, 11ലേക്കും ബന്ധം വേണം. 20ാമത്തെ സൂത്രം എടുത്താൽ 19ലേക്കും ബന്ധം വേണം, 21ലേക്കും ബന്ധം വേണം. അങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബന്ധപ്പെട്ട് ഘടിച്ചിരിക്കണം സൂത്രങ്ങൾ. വ്യക്തമാണല്ലോ പറഞ്ഞത്. 5ാമത്തെ ലക്ഷണം അസ്തോഭം. സ്തോഭം ഉണ്ടാവാൻ പാടില്ല. സ്തോഭങ്ങൾ നമുക്ക് സാഹിത്യത്തിൽ പരിചയമുള്ളതാ. ഈ പദഭംഗിക്കോ പാദപൂരണത്തിനോ അല്ലെങ്കിൽ വൃത്തം നിലനിർത്താനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നിരർത്ഥക പദങ്ങളാണ് സ്തോഭങ്ങൾ. മലയാളത്തിലൊരു ഉദാഹരണം പറയാം. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ കൃതിയാണല്ലോ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിൽ ചില സ്ഥലത്ത് വളരെ അർത്ഥവത്തായിട്ട് ചെമ്മയെന്ന് കാണാം, ചില സ്ഥലത്ത് ഒരാവശ്യമില്ലാതെ, ഒരാവശ്യമില്ല, വെറുതെ ചെമ്മേ ചെമ്മേ ചെമ്മയെന്ന് കാണാം. ഒന്ന് വായിച്ചു നോക്കൂ. അതുപോലെ പല സംസ്കൃത കൃതികളിലും ച, വൈ, തു, ഹി എന്നൊക്കെ വെറുതെ കണ്ട്. അതെന്തിനാ വെച്ചാൽ ഒന്നുകിൽ വൃത്തം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അക്ഷരം വേണമെന്നുണ്ടല്ലോ ഓരോ പാദത്തിലും, അല്ലെങ്കിൽ ഒരു പദഭംഗിക്ക് വേണ്ടി, പദസൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ അക്ഷരം അവിടെ ചേർത്താൽ ഒരു സുഖവും വെറുതെ ചേർക്കുക. അതാണ് സ്തോഭം. സ്തോഭം ഉണ്ടാവാൻ പാടില്ല. പദ്യത്തിലൊക്കെ സ്തോഭാവാം, സൂത്രത്തിൽ പാടില്ല. അസ്തോഭം. അനവദ്യം ച, അനവദ്യം ശ്രേഷ്ഠം, ശ്രേഷ്ഠമായൊരാശയ പ്രതിപാദനം നടക്കണം. വെറുതെ സൂത്രം എഴുതിയിട്ട് കാര്യമില്ല. ആ സൂത്രത്തിലൂടെ ശ്രേഷ്ഠമായ ആശയ പ്രതിപാദനം നടക്കണം. ഈ 6 ലക്ഷണങ്ങളും തികഞ്ഞാൽ ആ ശൈലിക്ക് പറയുന്ന പേരാണ് സൂത്രം. അപ്പോൾ ഒന്നുകൂടി പറയാം. അല്പാക്ഷരമസന്നിഗ്ധം സാരവദ് വിശ്വതോ മുഖം അസ്തോഭം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു. ഇതാണ് സൂത്രമെന്ന് സൂത്രജ്ഞന്മാരറിയുന്നു എന്ന്. നമ്മൾ മലയാളത്തിൽ സൂത്രം എന്ന് പല രീതിയിലും പറയാറുണ്ട് കേട്ടോ. അവനാളൊരു സൂത്രക്കാരനാ എന്നൊക്കെ പറയും, ഇല്ലേ? അങ്ങനെ ഉണ്ട്. ഈ വാസ്തുവിൽ സൂത്രം എന്ന് പറഞ്ഞാൽ വേറെയാ. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഈ സൂത്രം എന്നുള്ളൊരു സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ ഒരത്ഭുതം നമുക്ക് പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ, അതുപോലെ വിവിധ ശാസ്ത്രങ്ങൾ സംരക്ഷിച്ച് വിചാരം ചെയ്യുന്നതിനുതകുന്ന കൃതികളൊക്കെ സൂത്രത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത് പൂർവാചാര്യന്മാർ. അതൊരത്ഭുതമാണ്. കാരണം സൂത്രങ്ങളിലൂടെയാണ് വിദ്വാൻമാരിലൂടെ ആശയത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ സംരക്ഷിച്ചു പോകുന്നത്. സാധാരണ സമൂഹം അങ്ങനെ സൂത്രത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ വയ്യ. വിദ്വാൻമാർ ഈ ശാസ്ത്രത്തിൻ്റെ മറ്റ് വിപുലങ്ങളായ കൃതികളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോളൂ. വിപുലങ്ങളായ കൃതികളൊക്കെ നഷ്ടപ്പെട്ടാലും സൂത്രങ്ങൾ ശേഷിച്ചാൽ ആ ആശയം ശേഷിക്കും, ആ ശാസ്ത്രം ശേഷിക്കും. അങ്ങനെയാണ് പൂർവാചാര്യന്മാർ ചെയ്തു വെച്ചത്. നമ്മൾ ഒരു പഠിക്കുന്ന ഘട്ടത്തിൽ
ഒരു 10-20 വയസ്സ് മുമ്പുള്ള പ്രായത്തിൽ ഏതെങ്കിലുമൊക്കെ സൂത്രങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. ഇന്ന സൂത്രം വേണമെന്നൊന്നും പറയുന്നില്ല. അത് അത്രയ്ക്കധികം ബുദ്ധിയുടെ വൈശദ്ധ്യവും സൂക്ഷ്മ ബുദ്ധിയും എല്ലാം നമുക്ക് നൽകും, ഒരു സംശയവുമില്ല. ഏറ്റവും ലക്ഷണയുക്തമായ സൂത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ വിഷമാണ്. എങ്കിലും ആദ്യം പറയുക പാണിനീയ സൂത്രങ്ങളാണ്. ഏറ്റവും ലക്ഷണയുക്തമായി നമ്മൾ കാണുന്ന സൂത്രം പാണിനീയ സൂത്രങ്ങളാണ്. അഷ്ടാധ്യായി. അതിനെക്കുറിച്ചൊരു ഒരു നേരമ്പോക്കുണ്ട്. നേരമ്പോക്കല്ല, ഒരു വസ്തുത. ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഓക്സ്ഫോർഡിൽ ആണോ കേംബ്രിഡ്ജിലാണോ എന്ന് ഓർമ്മയില്ല, ഓക്സ്ഫോർഡിലാണ്, വളരെ വലിയ വിദ്വാൻമാർ മാത്രം പങ്കെടുക്കുന്നൊരു മീറ്റിംഗാണ്. അവിടെ ശ്രോതാക്കളായിട്ടിരിക്കുന്നത് മുഴുവൻ വലിയ വലിയ പ്രൊഫസർമാരാണ്. എന്താ കാരണം? അവർ മുഴുവൻ കാത്തിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ വിദ്വാനെയാണ്, പ്രൊഫസർ ബ്ലൂംഫീൽഡിനെ. സംസ്കൃതത്തിൽ, ഗ്രീക്കിൽ, അറബിക്കിൽ, അങ്ങനെ 10-16 ഭാഷകളിൽ അങ്ങേയറ്റത്തെ പണ്ഡിതൻ, ശാസ്ത്ര സാഹിത്യങ്ങൾ മുഴുവൻ ഹൃദിസ്ഥമായിട്ടുള്ള വലിയ വിദ്വാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അതിന് എവിടുന്നൊക്കെയാണ് പ്രൊഫസർമാർ വന്നത്? അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞു. അത് കഴിഞ്ഞ സംശയ നിവാരണമാണ്. അപ്പം ആ കൂട്ടത്തിലൊരു പ്രൊഫസർ എഴുന്നേറ്റ് ചോദിച്ചു, അങ്ങേക്ക് ഇത്രയ്ക്കധികം ദർശനങ്ങൾ അറിയാം, സകല ദർശനങ്ങളും പഠിച്ച ആളാണ്, ഇത്രയും വലിയ വിദ്വാനാണ്, അങ്ങയുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന്, ലോകത്തിലെ മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചു. ലോകമഹാത്ഭുതം നമ്മളോടൊക്കെ ആണെന്ന് നമ്മളെന്താ പറയുക? മഹാത്ഭുതം എന്തായിരിക്കും? എന്താവും? അറിയില്ല. താജ്മഹലാ? ആയിക്കോട്ടെ, ഒരാൾ താജ്മഹൽ, വേറൊരാളോ? എന്ത്? വൻമതില്, വേറൊരാൾ ചെരിഞ്ഞ ഗോപുരം. ഇതൊക്കെയാ പറയുക. പക്ഷേ പ്രൊഫസർ ബ്ലൂംഫീൽഡ് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. ആ ചോദ്യത്തിന് ഉടമണ്ണ മറുപടി പറഞ്ഞു, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം. അദ്ദേഹത്തിന് എന്താ ചൈനയിലെ വൻമതിൽ അറിഞ്ഞൂടെ? പീസായിലെ ചെരിഞ്ഞ ഗോപുരം അറിഞ്ഞൂടെ? ഇവിടെ ഭാരതത്തിലെ താജ്മഹൽ അറിഞ്ഞൂടെ? ഇത്രയും വലിയ പണ്ഡിതന് എല്ലാം അറിയാം. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട ആവശ്യമില്ല, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയ സൂത്ര, വ്യാകരണ സൂത്രങ്ങൾ. അത് മഹാത്ഭുതമാണ്. ഇങ്ങനെ എന്തൊക്കെ. ഇനി വേറൊരു വിശേഷമുണ്ട്, ഒന്ന് ഓർമ്മിച്ചോളൂ. അതിനേക്കാൾ മഹാത്ഭുതം എന്ന് ചിദാനന്ദപുരി സ്വാമി പറയില്ല കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എങ്കിലും ഒരു മഹാത്ഭുതമുണ്ട്. ഋഗ്വേദീയ പ്രാതിശാഖ്യം ശൗനക മഹർഷിയുടെ കൃതിയാണ്. ശൗനക മഹർഷി എഴുതിയ ഋഗ്വേദീയ പ്രാതിശാഖ്യം ഒരു മഹാത്ഭുതമാണ്. എന്താ സ്വാമി ഇത്ര വലിയ അത്ഭുതം എന്നാണെങ്കിൽ, സൂത്രങ്ങളാ. ഈ സൂത്രം ചേർത്ത് വെച്ചാൽ ഒന്നാം തരം ശ്ലോകങ്ങളാണ്. എന്തൊരു അത്ഭുതം ആലോചിച്ച് നോക്കൂ. മനസ്സിലായില്ല? സൂത്രങ്ങൾ തനിയെ സൂത്രങ്ങൾ, ആ സൂത്രങ്ങളെ ചേർത്ത് വെച്ചാൽ ഒന്നാം തരം വൃത്തനിബദ്ധമായ ശ്ലോകങ്ങൾ. എന്താ ആ ധിഷണയ്ക്കൊക്കെ പറയുക? ദീർഘദണ്ഡ നമസ്കാരം ചെയ്യല്ലാതെ ഒന്നും വയ്യ. നമ്മളിതൊന്നും പഠിച്ചില്ലെങ്കിലും ഇത്ര വലിയ സമ്പന്നരാണ് നമ്മൾ ഓർമ്മയെങ്കിലും നമുക്കുണ്ടോ? ഇത്ര വലിയ സമ്പന്നരാണ് നമ്മൾ എന്നുള്ള ഓർമ്മയെങ്കിലും നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ചോദിക്കേണ്ടത്. സ്വയം ചിന്തിക്കുക, നമ്മുടെ യുവസമൂഹത്തോട് ചോദിക്കുക. ഇരിക്കട്ടെ, ഇതൊക്കെ ചിന്തയ്ക്ക് ചില ചില വിഷയങ്ങൾ പറയുന്നു. ഏതായാലും ഇത്തരം സൂത്ര ശൈലിയിൽ
ഷഡ് ദർശനങ്ങളും സൂത്രരൂപത്തിലാണ് സമാഹരിക്കപ്പെട്ടത്. അതുപോലെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 വിഷയങ്ങളിലും സൂത്രങ്ങളുണ്ട്. ധർമ്മസൂത്രങ്ങൾ പലതുണ്ട്. വ്യാസൻ്റെത് വളരെ പ്രസിദ്ധമാണ്, സിദ്ധാന്ത ദർശനം എന്ന പേരിൽ. ചാണക്യൻ്റെത് വളരെ പ്രസിദ്ധമാണ്, ചാണക്യ ധർമ്മസൂത്രങ്ങൾ. അതുപോലെ കാമസൂത്രങ്ങൾ പ്രസിദ്ധമാണ്, വാത്സ്യായന മഹർഷിയുടെ. അർത്ഥസൂത്രങ്ങൾ പ്രസിദ്ധമാണ്, ചാണക്യൻ്റെ. മോക്ഷസൂത്രങ്ങൾ ബാദരായണൻ്റെ ബ്രഹ്മസൂത്രമൊക്കെ. അപ്പോൾ എല്ലാത്തിലും സൂത്രങ്ങൾ. ആയുർവേദത്തിൽ സൂത്രമുണ്ട്. ആയുർവേദത്തിൽ ഇപ്പോൾ ചരകൻ്റെയോ സുശ്രുതൻ്റെയോ ഒക്കെ സംഹിതകൾ വിശദമായി പറയുന്നു എന്ന് വെച്ചോളൂ. അത് സമാഹരിച്ച് അഷ്ടാംഗ ഹൃദയം വന്നു എന്ന് വിചാരിച്ചോളൂ. ഇതിലൊക്കെ പറഞ്ഞ ആശയങ്ങളെ സൂത്രമാക്കി എഴുതിയിട്ടുണ്ട് ആയുർവേദ സൂത്രങ്ങൾ. ഇങ്ങനെയെല്ലാം എല്ലാ ഷഡ് ദർശനങ്ങളിൽ, ഷഡ് അംഗങ്ങളിൽ സൂത്രങ്ങളുണ്ട്, ഉപവേദങ്ങളിൽ സൂത്രങ്ങളുണ്ട്. അപ്പം എല്ലാ വിഭാഗം ശാസ്ത്രങ്ങളെയും നമ്മുടെ പൂർവാചാര്യന്മാർ സൂത്രരൂപത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഭക്തിയെ സംബന്ധിക്കുന്ന ഒരു സൂത്രമാണ് ഇത്. നമുക്ക് പതുക്കെ അതിലേക്ക് പ്രവേശിക്കാം.